ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതി പറഞ്ഞോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ ചിന്തിക്കായിരുന്നേ, ഞാനിപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങളെ ഗ്രീറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം വിശേഷം ചോദിച്ചു. അപ്പോൾ ഒരു കണ്ടീഷൻ, ഇനി നമ്മൾ തമ്മിൽ എവിടെയും പക്ഷെ നേരിൽ കാണുമ്പോൾ ഇതിനെല്ലാം മറുപടി പറയണം. പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷം. ഞാനത് പ്രതീക്ഷിക്കുന്നു, ഞാനത് കാണാൻ, ഞാൻ നിങ്ങളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹിയോനിലെ അൽമാരുടെ ധ്യാനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട വട്ടാരച്ചിൽ ഫുള്ള് അൽമാരുടെ താമസമുള്ള ധ്യാനത്തിലുണ്ട്. യൂത്തിൻ്റെ ധ്യാനം ഓൾറെഡി ആരംഭിച്ച കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ഈ ദിവസങ്ങളിൽ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ചിന്തിക്കണ്ടേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പലപ്പോഴും മരിച്ചവരെക്കുറിച്ച്, അല്ലേ, നമ്മൾ ആ മരിച്ചിറക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പ്രത്യാശയില്ലാത്തവരെ പോലെ മരിച്ചവരെക്കുറിച്ച് നിങ്ങളിങ്ങനെ വിലപിക്കരുതെന്നൊക്കെ സ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സംഗതിയാണ് പ്രത്യാശ, അല്ലേ. പലപ്പോഴും മനുഷ്യരൊരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പരീക്ഷ തോറ്റുപോയി, അല്ലെന്നുണ്ടെങ്കിൽ ജോലി കിട്ടിയില്ല, കല്യാണം നടന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയിട്ട് നിരാശപ്പെട്ട് ഇനി അങ്ങനെയൊന്നും പറയരുത്. അത് നല്ല പ്രത്യാശ നമുക്ക് വേണം. എങ്ങനെയാണ് പ്രത്യാശ കിട്ടുന്നത്? റോമാലേഖനം 5-ാമത്തെ അധ്യായത്തെ 4-ാമത്തെ വാക്യം കേട്ടോ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യ പ്രത്യാശവും നൽകുന്നു. ആ പ്രത്യാശ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ മോര്, അല്ലേ, ഒരു കാലത്തിൽ കുറേ മോര് കരഞ്ഞെടുത്ത് വെച്ചാലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കിട്ടുകയുള്ളൂ, കുറച്ച്, അല്ലേ, വെണ്ണ അല്ലെങ്കിൽ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരുപാട് കഷ്ടതകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിനക്ക് കിട്ടുന്ന സാധനമാണ് ആത്മധൈര്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ആത്മധൈര്യം കിട്ടുന്നതിന് മുമ്പ് എന്താ പറയുക, ഈ കഷ്ടത ഇങ്ങനെ പോയി അതൊരു ശീലമാകണം. അതാണ് സഹനം, ശീലം. അപ്പോൾ കഷ്ടത, സഹനശീലം. ശീലം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉള്ളത്, രാവിലെ പല്ല് തേക്കുന്ന പോലെ ശീലമാണത്. കഷ്ടത, സഹനശീലം, സഹനശീലം, ആത്മധൈര്യം. ഒരുപാട് കഷ്ടത, ആ കഷ്ടത സഹനശീലമായി, ആ സഹനശീലം ആത്മധൈര്യം കിട്ടും. ആ ആത്മധൈര്യത്തിൽ നിന്ന് ലേശം പ്രത്യാശ. ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൽ ദൈവസ്നേഹം നിറയുന്നു. ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ, നിരാശയില്ല. എൻ്റെ ഈശോ, ഈ വചനം കേട്ട് ഏതെങ്കിലും വ്യക്തികൾ നിരാശയുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാരുടെ ദൈവസ്നേഹം നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.